ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. മലപ്പുറം ജില്ലയിലെ പന്നി ഫാമുകളിലേക്ക് ഭക്ഷണ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലൈവ് സ്റ്റോക്ക് അസോസിയേഷൻ സെപ്റ്റംബർ 4-ന് കളക്ടറേറ്റ് ധർണ സംഘടിപ്പിക്കും. വിഷയത്തിൽ ലൈവ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സെപ്റ്റംബർ 4-ന് കളക്ടറേറ്റ് ധർണ സംഘടിപ്പിക്കും. രാവിലെ നടക്കുന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. നിലവിൽ ഹോട്ടലുകളിൽ നിന്നും കോഴിക്കടകളിൽ നിന്നും വരുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളും അറവ് മാലിന്യങ്ങളും ഉപയോഗിച്ചാണ് ജില്ലയിലെ പന്നി ഫാമുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഇത് കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ജില്ലാ കളക്ടർ ഓഗസ്റ്റ് 29-ന് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ജില്ലയിലെ റെൻഡറിംഗ് പ്ലാന്റുകൾക്ക് മാത്രമേ ഭക്ഷണ അവശിഷ്ടങ്ങളും അറവ് മാലിന്യങ്ങളും നൽകാൻ സാധിക്കൂ. ഇത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നും കർഷകരുടെ വാദം കേൾക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ മെയിനായിട്ട് പന്നി കർഷകർക്കാണ് ഇതിൽ ഈ ഉത്തരവിന് എതിരായിട്ട് ഒരു പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ പന്നി കർഷകർക്ക് നിങ്ങൾക്കറിയാലോ, നമ്മൾ ഹോട്ടൽ വേസ്റ്റും അതുപോലെ ഈ കോഴിയുടെ അറവ് മാലിന്യങ്ങളെല്ലാം ബാക്കി വരുന്ന സാധനങ്ങൾ, അപ്പൊ ഇതെല്ലാം നമ്മൾ പന്നി ഫാമിൽ ഉപയോഗിക്കുന്നുണ്ട് പന്നിക്ക് തീറ്റയായിട്ട്. അപ്പോൾ അതിനെതിരെയാണ് കളക്ടർ ഉത്തരവ്. അപ്പൊ ഇതെല്ലാം റെൻഡറിംഗ് പ്ലാന്റുകാർക്ക് നേരിട്ട് കൊടുക്കാൻ, റെൻഡറിംഗ് പ്ലാന്റുകൾക്ക് മാത്രം ഇതെല്ലാം നേരിട്ട് എടുക്കാനുള്ള ഒരു അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ഓർഡറാണ് കളക്ടർ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് മാത്രം ഇത് എടുക്കുക എന്നുള്ള ഒരു രീതിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങളെ പോലെ പന്നി കർഷകർക്ക് ഇപ്പോ നാളെ മുതൽ 1-ാം തീയതി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ നാം നടത്തിയിരുന്നു. ഇതിനു മുമ്പ് വയനാട്ടിലാണ് ഇത് ഫസ്റ്റ് വന്നത്, ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത്. അപ്പൊ ആ സമയത്ത് പിന്നെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഈ സാധനങ്ങൾ നമുക്ക് എടുത്തതിന് ശേഷം ബാക്കി സംസ്കരിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിൽ നിന്നുള്ള ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോ നമ്മളെ മലപ്പുറം ജില്ലയിലെ കളക്ടർ ഓഫീസിൽ നിന്ന് ഇങ്ങനൊരു ഉത്തരവ് വരികയാണ് ഉണ്ടായത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധ രീതി എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോ 4-ാം തീയതി ഒരു 10:30 കളക്ടറേറ്റിൽ ഭാഗത്ത് ഒരു ധർണ, ഞങ്ങൾ കർഷകരെല്ലാവരും കൂടിയിട്ട് ഒരു പ്രതിഷേധ ധർണ വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. 10:30 ഞങ്ങളെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് CV കുര്യാക്കോസ് ചേട്ടൻ വന്ന് ഉദ്ഘാടനം ചെയ്യാനാണ്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മെജോ ഫ്രാൻസിസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C പ്രകാശ്, PD മനോജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.